പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നല്ല ജേർണലിസത്തിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. സാമൂഹിക മാധ്യമങ്ങൾ ആഗോളതലത്തിൽ വാർത്തകളുടെ രീതി മാറ്റി. ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെ വേഗം മുന്നേറുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയുടെ പുതിയ കാലഘട്ടത്തിൽ വാർത്തകളുടെ പരമ്പരാഗത രീതി മാറി. മുൻപ് സത്യസന്ധമായ വാർത്തകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്ന് ആരാണ് വാസ്തവവിരുദ്ധമായ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസകരമായി മാറി. പുതിയ കാലഘട്ടത്തിൽ നല്ല ജേർണലിസത്തിന് മുൻഗണന നൽകണമെന്നും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്ന് ഈ ഡിജിറ്റൽ വേൾഡിലും ഡിജിറ്റൽ ലോകത്തിലും ഈ ഡിജിറ്റൽ മേഖലയിലും ആരാണ് ട്രൂത്ത് പറയുന്നത്, ആരാണ് മിസ്ഇൻഫർമേഷൻ ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പോസ്റ്റ് ഡോക്ടർ PhD എല്ലാവർക്കും ഒരു റിക്വയർമെന്റ്. അതുകൊണ്ട് ഞങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്തു മിനിസ്ട്രിയിൽ ഒരു കൊല്ലം മുമ്പേ, എല്ലാ കൊല്ലം ചെയ്യുന്നതാണ്. ഈ പച്ചക്കള്ളം എന്ന മിസ്ഇൻഫർമേഷൻ ഈ ഡിജിറ്റൽ ദുനിയാവിൽ ഇറ്റ് ട്രാവൽസ് 1000, almost 800 to 1000 times faster and reaches an audience 1000 times more than the truth. This is fact. Appo traditional journalism truthine patti truth expose cheya truthine patti ezhuduna visualize cheyna journalism aanu. Avarku varunna kalathu valare oru challenging circumstances അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കോഷൻ ചെയ്യുന്നു. ഭാരതം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ അതിവേഗം കുതിക്കുന്ന സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുണ്ട്. വിദേശങ്ങളിൽ പോയി ഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യത്യസ്ത അനുഭവമാണ് ഉണ്ടാകുന്നത്. യുവാക്കൾക്ക് അത് ആത്മവിശ്വാസം നൽകുന്നതാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ തിക്കൃഷി ഫൗണ്ടേഷൻ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനം, തിരുവനന്തപുരം.